വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമേ എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് മാറ്റാനുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. നമുക്ക് എന്തുകൊണ്ടാണ് ഈ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് വരുന്നതെന്ന് ചിലവർക്ക് അറിയായിരിക്കും, എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, നമുക്ക് മെയിനായിട്ട് വരുന്നതിൻ്റെ കാര്യമാണ് നമുക്ക് ഉറക്കക്കുറവ്. നമ്മൾ സമയത്തിന് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ണിൻ്റെ ഇടയിൽ കറുപ്പ് വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ നമ്മൾ രാത്രി ഫോൺ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ഇതിലുള്ള ലൈറ്റ് കൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് രക്തക്കുറവുണ്ടെങ്കിൽ നമുക്ക് കറുപ്പ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് മെൻ്റൽ സ്ട്രെസ്സ് നമ്മൾ ഒത്തിരി അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കറുപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് വന്നത് നമുക്ക് മാറ്റാൻ കുറച്ച് ഹോം റെമഡീസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അത് നോക്കാം. ഞാൻ ലാസ്റ്റ് നമുക്കൊരു അണ്ടർ ഐ ജെല്ല് ഞാൻ ചെയ്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഈ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് മാറാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറയാം. ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ടീ ബാഗിൽ നമ്മൾ ടീ ബാഗ് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം അത് നമ്മൾ കളയാണ്ട് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഒരു 1 hour നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അത് നന്നായിട്ട് തണുപ്പ് വരും. അത് നമ്മുടെ കണ്ണിൽ 2 കണ്ണിൽ നമ്മൾ വെക്കുക കേട്ടോ. ഇപ്പോൾ ഒരു ടീ ബാഗാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ണിൽ ഒരു 50 മിനിറ്റ്സും അടുത്ത കണ്ണിൽ 50 മിനിറ്റ്സ് അങ്ങനെ വെക്കുക. 2 ആണെന്നുണ്ടെങ്കിൽ ഒരേ സമയം നമുക്ക് വെക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അലോവേറ ജെല്ലിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പ്യുവറായിട്ടുള്ള അലോവേറ ജെല്ലാണെന്നുണ്ടെങ്കിലും അല്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അത് നമ്മൾ എടുക്കുക, നമ്മുടെ കണ്ണിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പേ നമ്മുടെ കണ്ണിൽ അപ്ലൈ ചെയ്യുക. ഒരു 2-3 മിനിറ്റ്സ് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നമ്മുടെ സലാഡ് വെള്ളരിക്ക അത് നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ്സോളം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ കണ്ണിൽ വെക്കാം കേട്ടോ. കണ്ണിൻ്റെ ഇടയിൽ എന്ത് സാധനം യൂസ് ചെയ്താലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. നമ്മൾ എന്താ അണ്ടർ ഐ നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കാനും രക്തഓട്ടം കൂടുതലാവാനും അതുപോലെ തന്നെ നമ്മൾ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് മാറാനും ഒത്തിരി സഹായിക്കും. അണ്ടർ ഐ ജെല്ല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്കിതിന് ആവശ്യമായത് പൊട്ടറ്റയാണ്. പൊട്ടറ്റയുടെ പകുതിയോ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് എടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ട് അരച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു ആൽമണ്ട് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കാം. പിന്നെ ഒരു അലോവേറ ജെല്ല്, പിന്നെ ഒരു വൈറ്റമിൻ ഇ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്കൊരു കണ്ടെയ്നറിൽ മാറ്റാവുന്നതാണ്. ഒരു 1 വീക്കൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ നമ്മളിത് രാത്രി കിടക്കുന്നതിന് മുമ്പേ രാവിലെ ഇത് അപ്ലൈ ചെയ്യേണ്ട. രാവിലെ നമ്മൾ പുറത്തേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട. രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ടാറ്റാ.